മോളെ അമൃതേ, കലയമ്മ എന്തൊക്കെയായി കേൾക്കുന്നേ? ന്യൂസ് കേട്ടപ്പോ ഞെട്ടിപ്പോയി ഞാൻ. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? അതന്നെ ഞാനും ആലോചിക്കുന്നത്. ആരോ ഞങ്ങളെ മനഃപൂർവ്വം ചതിച്ചിട്ടുണ്ട്. മോനെ, നീ വിരുന്ന് വന്ന ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോടാ. സംഭവിപ്പിച്ചതാ. ചുറ്റിലും ശത്രുക്കളല്ലേ, നിങ്ങളൊക്കെ ഉൾപ്പെടെ. എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളെ ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ കൊണ്ട് വക്കാലത്താണെന്നും പറഞ്ഞ് കള്ള പ്രമാണത്തിൽ ഒപ്പിടിച്ചതാ നിങ്ങള്. എന്റെ അനിയത്തിമാരെ തട്ടിക്കൊണ്ടുപോയി വിലപേശിയതാ നിങ്ങള്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്റെ ഉദ്ദേശം മോള് മനസ്സിലാക്കണം. ഒക്കെ നിനക്ക് വേണ്ടിയായിരുന്നു, നിന്റെ നന്മയ്ക്ക് വേണ്ടി. ദാ എന്റെ അനിയൻ, ഇവന് ഇപ്പോഴും നിന്നെ ജീവനാ. ഇവന് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വളഞ്ഞ വഴികളൊക്കെ കാണിച്ചത്. ഇപ്പോഴും ഈ അവസ്ഥയിലും നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ഞങ്ങള്. ചേച്ചി, നമ്മുടെ ആത്മാർത്ഥത പറഞ്ഞറിയിക്കേണ്ടതല്ല, പ്രവൃത്തി കൊണ്ട് മനസ്സിലായിക്കോട്ടെ. അച്ഛനും ആശുപത്രിയില്ല കലയമ്മേ. മോള് സമാധാനപ്പെട്, ഒന്നും സംഭവിക്കില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് വേണ്ട ഏർപ്പാടുകളൊക്കെ മഹേന്ദ്രൻ ചെയ്തോളും. ആദ്യം ഇവിടുത്തെ കാര്യങ്ങൾ കുഴപ്പമില്ലാതാക്കി തീർക്കണം. പോലീസും ഫുഡ് ഇൻസ്പെക്ടേഴ്സും എന്തായാലും വരും. ഹോട്ടലിന്റെ ലൈസൻസ് അമൃതയുടെ പേരിലല്ലേ? അതുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നതും കേസെടുക്കുന്നതും അമൃതയുടെ പേരിലായിരിക്കും. അയ്യോ, അതെ. അതിനു മുമ്പ് ബാക്കിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ ഇവിടുന്ന് മാറ്റണം. ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ എടുത്തോണ്ട് പോയാൽ കുഴപ്പമാവും. വിഷം കലർന്നിരിക്കുന്നത് കറിയിലാണോ ചോറിലാണോ എന്നൊന്നും അറിയില്ലല്ലോ. മഹേന്ദ്ര, അടുക്കളയിലേക്ക് ചെല്ല്. എന്നിട്ട് ആഹാര സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചോ. ചെല്ല്. പോലീസ് വരുമ്പോ സാമ്പിൾ എടുക്കാൻ ഒരു വറ്റ് പോലും ബാക്കി കാണരുത്. ചെല്ല്. വേണ്ട, ഇവിടുന്ന് ഒരു ആഹാര സാധനവും മാറ്റണ്ട. മനസ്സറിഞ്ഞ് ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിഷാംശം ഏതിലാണെന്ന് പരിശോധിക്കട്ടെ. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കറിയാം. മോളെ, നീ കരുതുന്നത് പോലെ നിസ്സാര കാര്യമൊന്നും അല്ല ഇത്. 10-12 പേര് ആശുപത്രിയിലാ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാ കൊലക്കുറ്റത്തിന് കേസെടുക്കും. അയ്യോ. മഹേന്ദ്ര, നോക്കി നിൽക്കാതെ ചെല്ല്. മഹേന്ദ്രൻ അകത്തോട്ട് കയറണ്ട. അമൃതേശി പറയും പോലെ പോലീസ് വരട്ടെ, പരിശോധിക്കട്ടെ. എന്തായാലും ഞങ്ങക്ക് സത്യം വരണം. ആദർശേട്ടാ, ഇത് കുഴപ്പമാവില്ലേ? കൊലക്കുറ്റം എന്നൊക്കെ പറയുമ്പോ എനിക്കക പേടിയാവുക. എന്ത് കുറ്റമായാലും അത് ഞാൻ സഹിച്ചോളാം. ചെയ്യാത്ത തെറ്റിന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. എന്തു വന്നാലും നേരിടാൻ തന്നെയാ തീരുമാനം. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അതെ, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. പോലീസ് വരട്ടെ. ആരാണ് ഞങ്ങളെ ചതിച്ചത് ഞങ്ങൾക്ക് അറിയണം. അങ്കിളിനെ ഉൾപ്പെടെ ആശുപത്രിയിലാക്കിയത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്കിതുവരെ രോഗികളായവരുടെ പരാതി കിട്ടിയിട്ടില്ല. പക്ഷേ സംഭവം ഇത്രയും വലിയ വാർത്തയായ സ്ഥിതിക്ക് വന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സംഗതി സത്യമാണ്, ഫുഡ് പോയ്സൺ തന്നെയാണ്. ഇവിടെ വന്ന എല്ലാ രോഗികളും പറയുന്നത് അവർ പഞ്ചരത്നത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചു എന്നാണ്. സോ സംഭവം ഉണ്ടായത് അവിടെ നിന്ന് തന്നെയായിരിക്കും. അപ്പോ ഞങ്ങൾക്ക് നടപടിയുമായി മുന്നോട്ട് പോകാം. അതായത് പഞ്ചരത്നം എന്ന പേര് ഇതിലുണ്ട്. ഉണ്ട്. അത്രയും അറിഞ്ഞാൽ മതി. ഡോക്ടറെ പോലുള്ള ഒരാളുടെ അഭിപ്രായം കേൾക്കാതെ ഞങ്ങൾ പഞ്ചരത്നത്തിലേക്ക് ചെന്നാൽ അത് പിന്നെ വേറൊരു പ്രശ്നമാവും. ഇപ്പൊ ഞങ്ങൾ ഓക്കെയാണ്, ബാക്കി ഞങ്ങളേറ്റു. പോലീസ് മാത്രമല്ല ഇതിന് വേണ്ടത്. അറിയാം, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. ഞാൻ പിന്നീട് വരാം. എല്ലാവരുടെയും മൊഴിയെടുക്കണം, കേസ് ചാർജ് ചെയ്യണം. ഡോക്ടറുടെ മൊഴിയും വേണ്ടിവരും. തീർച്ചയായും. ശരി. ആ, ശരി.
ഒരു മിനിറ്റ്. ആ ഓക്കെ സാർ. നീ ആ പഞ്ചരത്നത്തിലെ പെൺകുട്ടിയല്ലേ? അതെ. എന്താണ് സംഭവം? ഹോട്ടലിൽ വരുന്നവർക്ക് ഇപ്പോൾ വിഷമാണോ കലക്കി കൊടുക്കുന്നത്? ഞങ്ങളൊന്നും കലക്കി കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെ ആളുകളൊക്കെ ഹോസ്പിറ്റലിലായത്?